മക്കളെ, ജെറൂസലം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ഇതാ വിവിധങ്ങളായ രാജ്യങ്ങളും ഭാരതവും കേരളവും ധ്യാനമന്ദിരങ്ങളും വൈദികരും സിസ്റ്റേഴ്സും ഇതാ ഒരുങ്ങിയിരിക്കുകയാണ്. ഇന്ന് പറയുന്ന വചനം നമ്മുടെ മനസ്സിന് ഒത്തിരിയേറെ ആശ്വാസം തരും. മിഷണറിമാരായും ശുശ്രൂഷകരായും ജീവിക്കുന്നവരെ കർത്താവ് നോക്കിക്കൊണ്ട് പറയുകയാണ്, ക്രിസ്തു എന്നെ അയച്ചത് സ്നാനം നൽകുവാനല്ല, സുവിശേഷം പ്രസംഗിക്കാനാണ്. എന്നാൽ വാഗ്വിലാസത്തോടെയല്ല. ആയിരുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ കുരിശ് വ്യർത്ഥമാകുമായിരുന്നു. മക്കളെ, കർത്താവ് സുവിശേഷ വേലയിൽ വ്യാപൃതമായവരോട് കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ അയച്ചത്, ഞാൻ നിന്നെ അനോയിന്റ് ചെയ്തത് സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടിയിട്ടാണ്. വചനം പ്രസംഗിക്കാതെ എങ്ങനെ ആളുകൾക്ക് കേൾക്കാൻ സാധിക്കും? വചന പ്രഘോഷകരുണ്ടാകണം. പൗലോസ്ലീഹ ഇത് തിരിച്ചറിഞ്ഞിട്ടാണ് പറയുന്നത്, സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. എല്ലാ ദിവസവും ഒരു വചനം ഏതെങ്കിലും മീഡിയയിലോ നിങ്ങൾക്ക് അയച്ചു കൊടുത്തുകൂടെ? ഒരു 3 മിനിറ്റ് നേരം കർത്താവിന്റെ വചനത്തിനായി നമ്മെ തന്നെ സമർപ്പിച്ചുകൂടെ? വചനം പ്രഘോഷിക്കുമ്പോൾ, വചനം ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹൃദയ വിശുദ്ധീകരണം നടക്കും, കുടുംബ വിശുദ്ധീകരണം നടക്കും, സമൂഹ വിശുദ്ധീകരണം നടക്കും. ഇന്ന് കുടുംബത്തിന് അഭിവൃദ്ധിയില്ല, ഇന്ന് വ്യക്തികൾക്ക് പുരോഗതിയില്ല, ഇന്ന് യുവജനങ്ങൾക്ക് വിശുദ്ധമായി ജീവിക്കാൻ സാധിക്കുന്നില്ല. കാരണം എന്തേ? ഒരു വചനമെങ്കിലും അവിടെ ഹൃദയത്തിൽ തങ്ങിയിരിക്കുന്നില്ല. വചനത്തിന്റെ അഭാവമാണ് എല്ലാ തിന്മകളുടെയും ഉറവിടം. ദാരിദ്ര്യം, ദുഃഖം, ജഡികാസക്തി, പൈശാചിക പീഡകൾ ഇവ വിട്ടുപോകാൻ വചനം നമ്മെ ഭരിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോട് കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.